ഹലോ, ഇന്ന് ഒരു ചൂര കിട്ടി. അപ്പം ഞാൻ ഓർത്ത് ഇത് കറി വെക്കുന്നതെന്ന് എടുത്തേക്കാമെന്ന് ഓർത്തെ. അപ്പോൾ ചുരക്കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഇതൊന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ ആദ്യമായിട്ട് ചൂര നല്ലതായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് അതിനുള്ള ചെയ്യുന്നതെന്ന് പറയാം. അത് ഞാൻ അതിനകത്ത് വാഷ് ബേസിനകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടത് ഇത് വെട്ടി കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ടത് ആദ്യമേ മഞ്ഞൾപ്പൊടി എടുത്തു, അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി എടുത്തു. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇടാവേ. ഒരു 6 ടേബിൾ സ്പൂണ് മുളക് പൊടി വേണം എടുക്കാൻ. മുളക് പൊടി എല്ലാം എടുത്തിട്ട് നമുക്ക് ചട്ടി അടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യമേ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ട് പൊട്ടുമ്പം നമുക്ക് കടുക് ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പില ഇട്ടിട്ട് ആ കറിവേപ്പില മൂത്ത് കഴിയുമ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടൊന്ന് ഒരുമാതിരി ഒന്ന് ചൂടാക്കി എടുക്കുക, മൂപ്പിച്ചെടുക്കണം. അത് അതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരുന്ന നേരത്ത് നല്ലതായിട്ട് മൂക്കാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകരുത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ആ മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തിട്ട് ഞാൻ പുളിവെള്ളമാണ് ചേർത്തത്. അതായത് കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം, അതിൻ്റെ വെള്ളം. അപ്പോൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. വെള്ളം ഇട്ട് കഴിഞ്ഞ് പിന്നെ പുളിവെള്ളം ചേർത്തിട്ട് ഉപ്പ് കല്ലാണ് ഇട്ടത്. അപ്പോൾ അതും ഇട്ട് കഴിയുമ്പോൾ ഒന്ന് തിളയ്ക്കണം. നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയിടാം. അപ്പം കഷ്ണങ്ങൾ പെറുക്കിയിട്ടിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഈ ചട്ടി എടുത്ത് ഇങ്ങനെ ചുറ്റിക്കാനൊക്കെ നല്ല പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ തവി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പയ്യെ വെക്കും. അപ്പോൾ ഈ ഇച്ചിരി ചൂര ഒക്കെ പിടിക്കുമ്പോഴത്തേക്ക് അന്നേരപ്പം തന്നെ ചത്തുപോകും. പിന്നെ അത് കടലിൽ നിന്ന് വരുന്നത് എത്ര മാസങ്ങളൊക്കെ ശേഷം അവിടെ വരും നമുക്ക് നാട്ടിൽ കിട്ടുന്നത്. കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അത് ഒരുമാതിരിയൊക്കെ ഉടഞ്ഞതായിരിക്കും. ചൂരയ്ക്കൊരു കാര്യമുണ്ട്, ചൂര ഉടനെ കറി വെക്കുമ്പോഴേ ഉറയ്ക്കും. അപ്പോൾ ഇത് ഒന്ന് തിളച്ചെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.